പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഓഗസ്റ്റ് മാസം 26 തീയതി നമ്മുടെ മതബോധന പഠനക്കളരിയിൽ 983 എപ്പിസോഡാണ്. അപ്പോസ്തല പ്രവർത്തനം 2:17. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹലബല 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 ശരമക്കുറ ഖീരിയല്ലബറമക്കുറ ഹീരിയല്ലബറമക്കുറ ഹീരിയല്ലബറമക്കുറ. എന്റെ പ്രിയ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ വിസ്മരണീയമായ ശക്തി പ്രസരണമാണ് ഓരോ കൂദാശകളിലും നിങ്ങൾ അനുഭവിക്കുന്നത്. ഓരോ കൂദാശകളിലും എന്റെ വിസ്മരണീയമായ രൂപാന്തരീകരണമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ രൂപാന്തരീകരിക്കപ്പെടണം. പാപം ക്ഷമിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും മാത്രം ചെയ്താൽ പോരാ. ഓരോ കൂദാശകളും നിങ്ങളെ രൂപാന്തരീകരിക്കും എന്ന് വിശ്വസിക്കുവിൻ. രൂപാന്തരീകരണത്തിനായിട്ട് ദാഹിക്കുവിൻ. രൂപാന്തരീകരിച്ച സ്വർഗീയ മഹത്വത്താൽ ഞാൻ നിങ്ങളെ, എന്റെ സ്വർഗീയ മഹത്വം ഞാൻ നിങ്ങളെ അണിയിക്കും. അതിപ്പോൾ തന്നെ അച്ചാരമായി നിങ്ങളെ ഞാൻ അണിയിക്കും. ഞാൻ രൂപാന്തരപ്പെട്ട് എന്നെ തന്നെ കാണിച്ചത് ഉത്ഥാന രൂപാന്തരീകരണം, വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ നൽകുന്ന രൂപാന്തരീകരണം, യുഗാന്ത്യം വരെ ഞാൻ നൽകുന്ന രൂപാന്തരീകരണം, യുഗാന്ത്യത്തിൽ ഞാൻ നൽകുന്ന രൂപാന്തരീകരണം എല്ലാം അച്ചാരമായിട്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ ഞാൻ നൽകുന്നു. വിശ്വസിക്കുവേൻ, വിശ്വസിക്കുവേൻ. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്നിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുവേൻ. എന്നിൽ നിങ്ങൾ ശരണപ്പെടുവേൻ. എന്റെ രൂപാന്തരീകരണ ശക്തി ഞാൻ പ്രസരിപ്പിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബം മുഴുവനും എന്ന് മാത്രമല്ല, നിങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും എന്റെ രൂപാന്തരീകരണ ശക്തി ഞാനിതാ പ്രസരിപ്പിക്കുന്നു, ജ്വലിപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മർക്കോസ് 16:20 അനുസരിച്ച് അവർ ലോകമെങ്ങും പോയി ശേഷം പ്രഘോഷിച്ചു. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അവരുടെ സുവിശേഷത്തെ, അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇന്നത്തെ അടയാളം ഒരു വ്യക്തിയുടെ ഷോൾഡർ, വലത് കൈയുടെ ഈ ഷോൾഡറിന് വളരെ വേദന ഉണ്ടായിരുന്നത് കർത്താവ് സുഖപ്പെടുത്തുന്നു. ഷോൾഡർ പെയിൻ, കൈ ഉയർത്താൻ പറ്റാത്ത പോലെ വേദന ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഷോൾഡർ പെയിൻ സൗഖ്യപ്പെടുത്തുന്നു. അടുത്ത സൗഖ്യം ഒരു വ്യക്തിയുടെ കണ്ണിന്റെ വേദനയാണ്. കണ്ണ് നല്ല ചുമന്നിരിക്കുന്ന അവസ്ഥ, ആ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.
ഇന്നത്തെ ഈ രോഗസൗഖ്യം കിട്ടിയവർ അത് തിരിച്ചറിയുമ്പോൾ എൻ്റെ വാട്സപ്പിൽ സന്ദേശമിടുക. ഓക്കെ, 00919447196033 00491723000623. സ്നേഹമുള്ളവരെയും, നമ്മളിപ്പോൾ പഠിക്കുന്നത് 1120 ഖണ്ഡികയാണ്. കാറ്റഗിസത്തിൽ 1120 അഭിഷിക്ത ശുശ്രൂഷ അഥവാ ശുശ്രൂഷ പൗരോഹിത്യം. മാമോദീസാപരമായ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. അഭിഷിക്ത ശുശ്രൂഷ അഥവാ ശുശ്രൂഷ പൗരോഹിത്യം മാമോദീസാപരമായ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. ലൂമൻ ജെൻഷ്യം പാരഗ്രാഫ് 10. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ ഉറപ്പ് നൽകുന്നു. മനുഷ്യാവതാരം ചെയ്ത തന്റെ പുത്രന് പിതാവ് ഭരമേൽപ്പിച്ച രക്ഷാകര ദൗത്യം അപ്പസ്തോലന്മാർക്കും അവരിലൂടെ അവരുടെ പിൻഗാമികൾക്കും ഏൽപ്പിക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിലും അവിടുത്തെ വ്യക്തിത്വത്തിലും പ്രവർത്തിക്കാൻ അവർ അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുന്നു. യോഹന്നാൻ 20, 21, 23, ലൂക്ക 24, 47, മത്തായി 28, 18, 20. അപ്പസ്തോലന്മാർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തവയോടും അവയിലൂടെ കൂദാശകളുടെ ഉറവിടവും അടിസ്ഥാനവുമായ ക്രിസ്തുവിന്റെ വാക്കുകളോടും പ്രവൃത്തികളോടും ആരാധനാക്രമത്തെ സംയോജിപ്പിക്കുന്ന കൗദാശിക ബന്ധമാണ് അഭിഷിക്ത ശുശ്രൂഷ. പ്രൈസ് ദ ലോർഡ്. അഭിഷിക്ത ശുശ്രൂഷ എന്നാൽ എന്താകുന്നു? സ്നേഹമുള്ളവരെയും, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ കൂദാശകളാണ്. ആ കൂദാശകളിൽ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് തിരുപ്പട്ടം അല്ലെങ്കിൽ വൈദിക ആകുക. അഭിഷിക്ത ശുശ്രൂഷ അഥവാ ശുശ്രൂഷ പൗരോഹിത്യം. ഒന്നുകൂടി നമുക്ക് വായിക്കാം. മാമോദീസാപരമായ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. അതായത് മാമോദീസ സ്വീകരിച്ച എല്ലാവരും ഈശോയുടെ പൊതു പൗരോഹിത്യം ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ശുശ്രൂഷ പൗരോഹിത്യം. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ ഉറപ്പ് നൽകുന്നു. ഒന്നുകൂടി വായിക്കണം. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ ഉറപ്പ് നൽകുന്നു. അതായത് വൈദികരാകുന്നവർ എന്തിനാണ് വൈദികരാകുന്നത്? ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ കാലഘട്ടത്തില് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വാസ്തവത്തിൽ 2-ാം വത്തിക്കാൻ സൂനഹദോസിൽ പ്രത്യേകം പറയുന്നത് സഭ ദൈവജനമാണ്. അങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പൊതു പൗരോഹിത്യത്തിൽ രാജകീയ പൗരോഹിത്യം, പ്രവാചകത്വം, പൗരോഹിത്യം, 3 അഭിഷേകം. ഈ 3 അഭിഷേകത്തിൽ വന്നിരിക്കുന്ന വിശ്വാസികളെ അവരുടെ വിശദീകരണത്തിനായിട്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം. അതായത് അൽമേനികളായ ദൈവജനത്തിനെ വിശദീകരിക്കുന്നതിനും അവർക്ക് വേണ്ട കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്
അഭിഷേക ശുശ്രൂഷ ചെയ്തവർ. അവർ ശുശ്രൂഷ പൗരോഹിത്യമാണ്. അതാണ് നിത്യ പുരോഹിതനായ ഈശോ, രാജാവായ ഈശോ പറഞ്ഞു, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ ബലിയായി സമർപ്പിക്കാനുമാണ്. അതാണ് അഭിഷിക്ത ശുശ്രൂഷ അഥവാ ശുശ്രൂഷ പൗരോഹിത്യം. മാമോദീസാപരമായ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ ഉറപ്പു നൽകുന്നു. അപ്പൊ ആ കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ, അതായത് തിരുപ്പട്ടം സ്വീകരിച്ച് കത്തോലിക്ക ദൈവത്തിന്റെ ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് വൈദികർ. എന്നാൽ അത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനോടൊപ്പം ദൈവജനത്തെ ശുശ്രൂഷിക്കുകയാണ്. പൗരോഹിത്യത്തിനെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ ളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അഭിഷിക്ത ശുശ്രൂഷ ഉറപ്പു നൽകുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, കുംഭസാരം, സ്ഥൈര്യലേപനം, മാമോദീസ, ഈ കൂദാശകളെല്ലാം മനുഷ്യവംശത്തെ നവീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, മനുഷ്യാവതാരം ചെയ്ത തന്റെ പുത്രന് പിതാവ് പരമേൽപ്പിച്ച രക്ഷാകര ദൗത്യം അപ്പസ്തോലന്മാർക്കും അവരിലൂടെ അവരുടെ അനുഗാമികൾക്കും ഏൽപ്പിക്കപ്പെട്ടു. യേശുനാമത്തിലും അവിടുത്തെ വ്യക്തിത്വത്തിലും പ്രവർത്തിക്കാൻ അവർ അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. അതുപോലെ ലൂക്കാ 24:47 പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ചു, എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. യേശുവരെ സമീപിച്ചു അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 18 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈദികരുടെ തിരുപ്പട്ടത്തിലൂടെ അഭിഷിക്തരായ വൈദികരുടെ സ്റ്റാറ്റസ്. എന്താ അവരുടെ സ്റ്റാറ്റസ്? അവര് ഇടവകയിലെ ഒരു രാജാവിനെ പോലെ ആണ്. ആ പ്രദേശത്തെ എല്ലാ ആത്മാക്കളുടെയും കസ്റ്റഡിയനാണ്. പക്ഷേ കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടുകാരുടെയും ഇടവകക്കാരുടെയും ഒരു ബോസായിട്ടല്ല, ഒരു ബോസ്, മറിച്ച് അവരുടെ ശുശ്രൂഷകനായിട്ടാണ്. ഇവിടെയാണ് ഇന്നും സഭയിൽ വലിയ ഒരു പ്രശ്നം. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നുണ്ട്, ക്ലെറിക്കലൈസേഷൻ ആണ് സഭയുടെ വലിയ പ്രശ്നം. അതായത് ക്ലർജിയാണ് സഭ എന്നുള്ളൊരു വിചാരം. ആളുകളൊക്കെ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത, പക്ഷെ നേരെ മറിച്ച് രണ്ടാം വത്തിക്കാൻ സൂനോസിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു വെളിച്ചം ദൈവജനമാണ്, വളരെ പ്രത്യേകതയുള്ളതും. എന്നാൽ അവരെ ശുശ്രൂഷിക്കണം. അതിനാണ് പുരോഹിതരെ
ഇത്രയും. പക്ഷെ ആ ഒരു ശുശ്രൂഷ മനോഭാവമാണോ പുരോഹിതർക്കുള്ളത്? നമ്മളവരെ കുറ്റം പറയല്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും നമ്മുടെ മക്കളെയെല്ലാം എല്ലാ വൈദികരെയും സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് അഭിഷിക്ത ശുശ്രൂഷ എന്ന് പറയുന്നത്. തിരുപ്പട്ടത്തിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ വീണ്ടും പറയാണ്, അപ്പസ്തോലന്മാർക്കും അവരിലൂടെ അവരുടെ പിൻഗാമികൾക്കും ഏൽപ്പിക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിലും അവിടുത്തെ വ്യക്തിത്വത്തിലും പ്രവർത്തിക്കാൻ അവർ അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പസ്തോലന്മാർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തവയോടും അവയിലൂടെ കൂദാശകളുടെ ഉറവിടവും അടിസ്ഥാനവുമായ ക്രിസ്തുവിന്റെ വാക്കുകളോട് പ്രവൃത്തികളോടും ആരാധനാക്രമത്തെ സംയോജിപ്പിക്കുന്ന കൗദാശിക ബന്ധമാണ് അഭിഷിക്ത ശുശ്രൂഷ. ഇവിടെ നമുക്ക് തുടർന്ന് 1547 പോകാം. 1547 നീണ്ട പാരഗ്രാഫാണ്. മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ശുശ്രൂഷാപരമായ അഥവാ ഹൈറാർക്കികപരമായ പൗരോഹിത്യവും എല്ലാ വിശ്വാസികളുടെയും പൊതു പൗരോഹിത്യവും ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിൽ അതിന്റെ പ്രത്യേക രീതിയിൽ പങ്കുപറ്റുന്നു. മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ശുശ്രൂഷാപരമായ അഥവാ ഹൈറാർക്കിപരമായ പൗരോഹിത്യവും എല്ലാ വിശ്വാസികളുടെയും പൊതു പൗരോഹിത്യവും ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിൽ അതതിന്റെ പ്രത്യേക രീതിയിൽ പങ്കുപറ്റുന്നു. ജൻഷ്യം 10. അതായത് നമ്മൾ എല്ലാ അൽമായരും ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. എന്നാൽ ഈ അൽമായരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത് വൈദിക പരിശീലനം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരെ ശുശ്രൂഷിക്കാനും അവരെ സഹായിക്കാനുമാണ് മെത്രാന്മാരും പുരോഹിതരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ശുശ്രൂഷാ പൗരോഹിത്യം. അതുകൊണ്ട് വായിക്കാൻ, മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ശുശ്രൂഷാപരമായ അഥവാ ഹൈറാർക്കിപരമായ പൗരോഹിത്യവും എല്ലാ വിശ്വാസികളുടെയും പൊതു പൗരോഹിത്യവും വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിൽ അതിന്റെ പ്രത്യേക രീതിയിൽ പങ്കുപറ്റുന്നു. ഒന്നിനേക്കാൾ മുൻപാണെങ്കിലും രണ്ടിനും കാതലായ വ്യത്യാസമുണ്ട്. ഏതർത്ഥത്തിൽ വിശ്വാസികളുടെ പൊതു പൗരോഹിത്യം ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നു? മാമോദീസ കൃപാവരത്തിന്റെ വർധനവിലൂടെയാണ് വിശ്വാസികളുടെ പൊതു പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത്. മാമോദീസ കൃപാവരത്തിന്റെ വർധനവിലൂടെയാണ്. അതായത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉപവിയുടെയും ജീവിതത്തിലൂടെ, അരൂപിക്ക് അനുസൃതമായ ജീവിതത്തിലൂടെ. അതേസമയം ശുശ്രൂഷാ പൗരോഹിത്യം പൊതു പൗരോഹിത്യത്തിന് ശുശ്രൂഷ അർപ്പിക്കാനാണ്. കേൾക്കണ്ട നമ്മുടെ അച്ഛന്മാർക്കും. ഇതാണ് മാർപ്പാപ്പ പറയണത്. പക്ഷേ എന്നാൽ അങ്ങനെയുള്ള നിരവധി അച്ഛന്മാരുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്. പക്ഷേ സഭയിൽ എമ്പാടും ഉള്ള ഒരു പ്രതിസന്ധി ഇതാണ്. ഒരു ക്ലെറിക്കലൈസേഷനാണ് സഭ എന്ന്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെല്ലാം ഒരു ഇടവക വികാരി അച്ഛൻ മാനേജറാണ്. അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ സ്കൂളിന്റെ മാനേജർ, ചിട്ടി കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ മാനേജർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇടവകയിൽ ഇപ്പൊ വലിയൊരു ചിട്ടി കമ്പനി.
ഇതൊക്കെ ആര് പറയുന്നു ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്? വൈദിക പ്രധാന ശുശ്രൂഷ കൂദാശ അർപ്പിക്കുക, കുമ്പസാരിപ്പിക്കുക. അപ്പൊ കുമ്പസാരക്കൂട്ടിൽ ആളെ കിട്ടണ്ടേ? അപ്പൊ ചില സ്ഥലത്തൊക്കെ കുർബാന കഴിഞ്ഞാൽ ഉടനെ മോട്ടോർ സൈക്കിളിൽ പോകും. സ്കൂള് മാനേജറാണ്. അവിടെ പിന്നെ പല പ്രശ്നങ്ങളാണ്. ഇത്രയും വലിയ സ്കൂള്, 3000 പിള്ളേർ പഠിക്കുന്ന സ്കൂള്, അവരുടെ കാരണവന്മാർ, അവിടുത്തെ ടീച്ചർമാർ, അവരുടെ ശമ്പളം, അവർക്ക് മേടിക്കുന്ന ഡെപ്പോസിറ്റ്, ഇതിന് ക്രയവിക്രയങ്ങളുടെ കണക്കും ഇതൊക്കെ ഇതാകണ്ടേ? എന്താ ഇത്? നമ്മളാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ. പള്ളിക്ക് ഒരു പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താ പ്രയോജനം? എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കണം. ഇപ്പൊ കർദിനാളിന്റെ പ്രസംഗം കേട്ടില്ലേ? കർദിനാള് വലിയ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ? അതെല്ലാവരും കേൾക്കണം. കർദിനാള് പറഞ്ഞത് എല്ലാവരും കേട്ടേക്കണ കാര്യമല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. ആൽജേരി പിതാവ് പറയാണ്, സഭയിൽ ആരംഭകാലം മുതൽ ഉണ്ടായ 2 പ്രശ്നം. ഒന്ന് ദാസിന്റെ സ്വഭാവം, മറ്റൊന്ന് 2 അപ്പസ്തോലന്മാർ പറയാണ്, എനിക്ക് ഒരാൾ അങ്ങയുടെ വലതുവശത്തും ഒരാൾ അങ്ങയുടെ ഇടതുവശത്തും ഇരിക്കണം. അതായത് അധികാരമോഹം. യൂദാസ് പണം കയ്യിൽ വെച്ചുകൊണ്ട് ആ പണമിടപാടുകളിലൂടെ ഗുരുവിനെ വഞ്ചിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയിൽ. അത് നമ്മൾ മാറാൻ വേണ്ടത് ചെയ്യണം. ഇല്ലെങ്കിൽ സഭ അതേപോലെയുള്ള അവസ്ഥയിലാവും. അപ്പോൾ ശുശ്രൂഷ, ഇതെല്ലാം ഞാൻ ഈ പറയണത്, ഇത് അവരുടെ ശുശ്രൂഷയാണ്. വൈദികർ ശുശ്രൂഷിക്കണം. അവരവിടുത്തെ വലിയ ബാങ്കർമാരുടെ മാതിരി പൈസയുടെ ഇടപാട് ചെയ്യാനോ അധികാരമോഹങ്ങളിൽ വരികയാണെങ്കിൽ സഭ വളരില്ല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സഭയുടെ വളർച്ചയ്ക്ക് ഫ്രാൻസിസ് പാപ്പ തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ ക്ലറിക്കലിൽ കുറവ് വരണം. ക്ലറിക്സ് അല്ലെങ്കിൽ വൈദികർ ദൈവജനത്തിനെ ശുശ്രൂഷിക്കാനാണ് വന്നേക്കുന്നത്. കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞു, ഞാൻ രാജാവാണ്, നിത്യപുരോഹിതനാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. അതാണ് വൈദികരുടെ പൗരോഹിത്യം. അപ്പൊ നമ്മളും അത് മനസ്സിലാക്കി, അൽമായർക്ക് ഓരോ ഇടവകയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പുണ്ട്. ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ വളരെ കറക്റ്റാണ്. ക്രിസ്തുവിന്റെ പ്രതിപുരുഷരാണ് അവർ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എങ്ങനെ താഴ്മയോടെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടില് ചെന്ന് അവരെ ശുശ്രൂഷിച്ചു. ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എൻ്റെ മനസ്സിലാണ്. അപ്പോ ധ്യാനിപ്പിക്കുന്നതിന് കുമ്പസാരത്തിന് ഒരുക്കമായിട്ട് ഞാൻ അച്ഛന്മാർക്ക് വേണ്ട കുമ്പസാരിക്കാനുള്ള പോയിന്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഒറ്റയ്ക്കിരുന്ന് ആത്മശോധന ചെയ്യണം, മനസാക്ഷി പരിശോധിച്ച് നിങ്ങൾ കുമ്പസാരത്തിന് ഒരുങ്ങണം. അങ്ങനെ അച്ഛനങ്ങ് ഭയങ്കരമായിട്ട് വാവിട്ട് കരയണം. നമ്മൾ സാധാരണ അൽമായരൊക്കെ കരയാറുണ്ട്, അച്ഛന്മാരങ്ങനെ കരയണത് കാണാറില്ലല്ലോ. അപ്പൊ മറ്റേ അച്ഛന്മാർക്കും ആകെ ഒരു നോക്കി, എന്താ ഇങ്ങനെ കരയണേ, കൺട്രോൾ ചെയ്യണ്ടല്ലേ എന്നുള്ള മാതിരി നോക്കി. എനിവേ കുമ്പസാരം കഴിഞ്ഞപ്പോ ഈ കരഞ്ഞ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനങ്ങനെ കൺട്രോൾ വിട്ടുപോയി. പക്ഷേ ഞാൻ അതിന്റെ കാരണം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അത്രയും കൺട്രോൾ വിട്ടുപോയി. എന്നിട്ട് അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു പാപം കാണിച്ചു തന്നു. ഇതാണ്
കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ അയൽവക്കത്തുള്ള ആ ഹൈന്ദവ കുടുംബത്തിലെ വിധവയായ വൃദ്ധയായ ആ സ്ത്രീ അസുഖമായിട്ട് കിടന്നിട്ട് 1 മാസമായില്ലേ, നീ അവരെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്ന്. അച്ഛൻ്റെ പള്ളിയുടെ അയൽവക്കത്തെ വീട്ടില് വിധവയും വൃദ്ധയുമായ ഒരു സ്ത്രീ 1 മാസമായിട്ട് രോഗിയായിട്ട് കിടന്ന അവരെ നീ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? ഇത് വലിയൊരു പാപമായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷെ അത് വലിയൊരു പാപമായിട്ടാണ് കർത്താവ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ വലിയ ഒരു വേദന ഉണ്ടാക്കി. അതിന്റെ ഒരു പാപബോധം വന്നു, പശ്ചാത്താപം വന്നു. ആ പശ്ചാത്താപത്തിന്റെ കരച്ചിലായിരുന്നു കേട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് ഒരു വൈദികനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. ഒരു വൈദികൻ ഇടവക ക്രിസ്ത്യാനികളുടെ മാത്രം വൈദികനല്ല. സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അക്രൈസ്തവയായ വിധവ സ്നാപകോത്സവം സ്വീകരിച്ചു. അപ്പോ അദ്ദേഹം അത് പറഞ്ഞ് കുമ്പസാരിച്ചു എന്ന് പറയാം. മാത്രമല്ല, അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ ഒരിടവകയിൽ ഒരുപാട് ഫാമിലി യൂണിറ്റുകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. നമ്മൾ ആ ഇടവകയിലെ ക്രിസ്ത്യാനികളുടെ മാത്രമാണോ? ആ ഇടവകയിൽ ശുശ്രൂഷ ആവശ്യമുള്ള എന്തോരം വേറെ നാനാജാതി മതസ്ഥരുണ്ട്. അപ്പോ ഈശോ വന്നത് ശുശ്രൂഷിക്കാനാണ്. ഈ ബൈബിൾ കാലഘട്ടത്തിൽ കാണുന്ന ആരും കത്തോലിക്കരായിരുന്നില്ല. ഗനേസറത്ത് ചെന്നിറങ്ങിയപ്പോ അപാലബുദ്ധൻ ജനങ്ങളാണ്. അവർ 4 വശത്തുനിന്നും ഗ്രാമങ്ങളിൽ നിന്ന് കളെ കൊണ്ടുവന്നു. അവരോട് അവന് അനുകമ്പ തോന്നി. അവനിടയിലില്ലാത്ത ആളുകളെ പോലെയായിരുന്നു. കർത്താവ് വീട് തോറും കയറി നടന്ന് അവരെ ശുശ്രൂഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലേക്ക് കത്തോലിക്ക സഭ എന്ന് വരും ഈ ഒരു അവസ്ഥയിലേക്ക്? അപ്പോ നമുക്കൊന്നുകൂടി വായിക്കാം. 1547 മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ശുശ്രൂഷാപരമായ അഥവാ ഹൈരാർക്കിപരമായ പൗരോഹിത്യവും എല്ലാ വിശ്വാസികളുടെയും പൊതു പൗരോഹിത്യവും ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിൽ അതതിന്റെ പ്രത്യേക രീതിയിൽ പങ്കുപറ്റുന്നു. മനസ്സിലായില്ലേ? രണ്ടും ക്രിസ്തുവിന്റെ ഒരേ പൗരോഹിത്യത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. എന്നാൽ ഒന്ന് മറ്റൊന്നിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, അവിടെ ബോസാകാൻ വേണ്ടിയല്ല. ഒന്ന് മറ്റൊന്നിലേക്ക് ഉന്മുഖമാണെങ്കിലും രണ്ടിനും കാതലായ വ്യത്യാസമുണ്ട്. ഏതർത്ഥത്തിൽ? വിശ്വാസികളുടെ പൊതുപൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത് മാമോദീസാ കൃപാവരത്തിന്റെ വർധനവിലൂടെയാണ്. അതാണ് ഈ 2 കൂദാശകൾ. നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ തോമസ് പോൾ, ഞാനും ഒരു അഭിഷിക്തനാണ്, എന്നിലും ഒരു അഭിഷേകമുണ്ട്. ഏതർത്ഥത്തിൽ? മാമോദീസായിലൂടെ എനിക്ക് കിട്ടിയ പൗരോഹിത്യപരവും രാജകീയവും പ്രവാചകത്വമായ അഭിഷേകം, അത് മാമോദീസായുടെ കൃപാവരത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെയുള്ള കൃപാവരമുള്ള ഒരാള് വൈദിക പട്ടം സ്വീകരിക്കും. വൈദിക പട്ടത്തിന്റെ കൃപയിലാണ് അദ്ദേഹത്തിന്റെ അഭിഷേകം. അങ്ങനെയല്ലേ? ആ കൃപാവരത്തിന്റെ വർധനവിലൂടെയാണ്. അതായത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉപമിയുടെയും 3 തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, ഉപമിയുടെയും ജീവിതത്തിലൂടെ, അരൂപിക്ക് അനുസൃതമായ ജീവിതത്തിലൂടെ. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ഇനി അതേസമയം ശുശ്രൂഷ പൗരോഹിത്യം പൊതുപൗരോഹിത്യത്തിന് ശുശ്രൂഷ അർപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മളാകുന്ന ദൈവജനത്തിന് ശുശ്രൂഷ അർപ്പിക്കാനാണ്. എല്ലാ ക്രൈസ്തവരുടെയും ജ്ഞാനസ്നാന കൃപാവരത്തിന്റെ വർധനമാണ് ലക്ഷ്യം.
നിരന്തരം തൻ്റെ സഭയെ കെട്ടിപ്പടുക്കുകയും നയിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് ശുശ്രൂഷാ പൗരോഹിത്യം. ഇക്കാരണത്താൽ അത് അതിൻ്റെ തന്നെയായ കൂദാശയിലൂടെ, അതാണ് തിരുപ്പട്ടം, കൈമാറ്റം ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? സ്നേഹമുള്ളവരെ, നന്ദിയോടെ ഓർക്കാം. എന്നാൽ ഒരിക്കൽ കൂടി അത് മനസ്സിലാക്കുക. അൽമായരായ നമുക്കൊരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അത് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കേണ്ടവരാണ് വൈദികർ. അവരുടെ പ്രധാന ഡ്യൂട്ടി അതാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഉത്തരേന്ത്യയിൽ ആദ്യം എന്നെ സഹായിച്ച വൈദികരിൽ പ്രധാനപ്പെട്ടത് പലട്ടൈൻ സഭക്കാരായിരുന്നു. അവരുടെ കാരിസം അൽമായരെ വളർത്തുന്നുള്ളതായിരുന്നു. സെന്റ് വിൻസെന്റ് പലോട്ടിയുടെ സഭക്കാരൻ, സെന്റ് വിൻസെന്റ് പലോട്ടി. ബ്രദറെ, നമുക്ക് ഇന്ന് ഗ്രാമത്തിൽ പോകണം. അപ്പോൾ മോട്ടോർ സൈക്കിളിന്റെ പുറകിൽ എന്നെ ഇരുത്തിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ എന്നെ കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ അടുത്ത് അച്ഛനിരിക്കും. അച്ഛൻ്റെ കയ്യിൽ ബൈബിൾ വയ്ക്കും. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന നേരത്തൊരു വചനം പറയുമ്പോൾ അച്ഛൻ അത് ഉടനെ എടുത്ത് വായിക്കും. അങ്ങനെ വായിച്ച് അച്ഛൻ പിന്നെ വലിയ വചന പ്രഘോഷകനായി മാറി. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി തരും, ചോറുണ്ടാക്കി തരും. അങ്ങനെ നമ്മളെ ശുശ്രൂഷിക്കണം അച്ഛൻ. വലിയ ഒരു കൂട്ടായ്മയായിരുന്നു. അങ്ങനത്തെ അച്ഛന്മാരുണ്ട്. സ്വന്തം കൈയും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തരുന്നു. അത് വിൻസെന്റ് പലോട്ടി അച്ഛന്മാരുടെ, എനിക്ക് പരിചയമുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം വൈദികരുണ്ട്. നമ്മളെ ദൈവത്തെ ശരിക്കും ശുശ്രൂഷിക്കുന്നു. അതാണ് സഭയുടെ യഥാർത്ഥ കാഴ്ചപ്പാട്. അപ്പൊ ഇന്നത്തെ 2 വചനത്തിലൂടെ 1120 1540 ഇത് പഠിച്ചു. നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുകൊണ്ടാണ് മാർപ്പാപ്പയായിട്ട് ഇതാ ജയിലിൽ പോയി അവിടെയുള്ള ജയിലിലുള്ള ആളുകളുടെ കഴുകണം, ശുശ്രൂഷിക്കാനാണ്. അപ്പൊ മാർപ്പാപ്പ മാതൃകയായിട്ട് ഇതെല്ലാം ചെയ്യണം. നമുക്ക് ഇവിടെ നിർത്താം ഇന്നത്തെ ശുശ്രൂഷ. എല്ലാവർക്കും നന്ദി. God bless you. Bye bye. Bye bye.